ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കാശ്മീർ വ്ളോഗിന്റെ ഡേ 1 ആണ് കേട്ടോ. രാവിലെ തന്നെ ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റതിന്റെ ക്ഷീണമാണ് കേട്ടോ മുഖത്തൊക്കെ. അപ്പോൾ ഐഷാനെ ഞാൻ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ച് ഇങ്ങനെ കോക്കോമലിനൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ കിടത്തിയേക്കാണ്. അതിൻ്റെ സൈഡിൽ ഐഷാക്ക് രാവിലത്തെ ഫുഡ് റെഡിയാക്കുന്നുണ്ട്. പഴം പുഴുങ്ങാനാണ് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ അതിന് ശേഷം ചോറ്, ഉച്ചക്കത്തേക്കുള്ള ചോറ് കൂടെ റെഡിയാക്കി എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ പഴം റെഡി ആയിട്ടുണ്ട്. റൂമൊക്കെ ആകെ മെസ്സായി കിടക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചോറാണ് വെച്ചേക്കുന്നത്. എല്ലാ ഹോട്ടലിലും അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ ഹോട്ടലിൽ നമ്മൾ പ്രത്യേകം ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഐഷാക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഐഷാനെ റെഡിയാക്കിയും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങാൻ വേണ്ടിയിട്ട്. ഉമ്മും തത്തമ്മയും ഉമ്മച്ചും അപ്പച്ചും നസീമൊക്കെ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് ടൈപ്പിലാണ് വന്നത്. ഞാനും ഇക്കാക്കയും ഐഷമായും ഫ്ലൈറ്റിന് വന്നു. ഉമ്മച്ചും അപ്പച്ചും നസീമും ഉമ്മും തത്തമ്മയൊക്കെ ട്രെയിനിന് വന്നു. അവർ ഡൽഹിയിൽ ഇറങ്ങി താജ്മഹലൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലിരുന്ന് പോകുന്നത്. അങ്ങനെ അപ്പോൾ പക്ഷേ ഫസ്റ്റ് എത്തിയത് ഞങ്ങളാണല്ലോ. എന്നാൽ വീട്ടിൽ നിന്ന് ആദ്യം പോയത് അവരാണ് കേട്ടോ. ഐഷമ്മക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത് ഫോട്ടോയൊക്കെ എടുപ്പിക്കാനായിട്ട് വാപ്പിച്ചിനും ദത്തമ്മീനെയൊക്കെ കൂട്ടി അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ ഇട്ട് എടുത്ത് നമ്മൾ ഈ കാറിലാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. ലാസ്റ്റ് ഇരിക്കുന്നത് ഉമ്മും തത്തമ്മയും ഉമ്മച്ചിയും സലാംക്കായും, പിന്നെ സെക്കൻഡ് റോയിൽ ഞാനും ഇക്കാക്കായും ഐഷായും ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഒരു ഡ്രൈവറിൻ്റെ ഇപ്പുറത്തിരിക്കണം വാപ്പിച്ച്. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കാറിൽ സെറ്റ് ചെയ്ത് ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ കാറ് കയറി ഇരുന്നതിന് ശേഷമായിട്ട് നമ്മൾ തീരുമാനിക്കണം ആദ്യം എങ്ങോട്ടേക്ക് പോകണം. എല്ലാവരും തീരുമാനിക്കുന്നത് രാവിലെ കാറി കയറി ഇരുന്നതിന് ശേഷമാണ്. നമ്മൾ പാക്കേജൊന്നും അല്ല കേട്ടോ, നമ്മൾ സ്വയം പോണതാണ്. അപ്പം ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പാക്കേജിലാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എന്ത് കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുമല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് തോന്നിയതുപോലെയാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ഡാൽ ലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇന്ന് ജുമാ ഉള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ. ഡാൽ ലേക്കിലേക്ക് പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയെ കണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ ഷിക്കാര റൈഡിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കണയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞാൻ ഐഷയുടെ ജാക്കറ്റ് എടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കണത്. പിന്നെ ഞാൻ നമ്മുടെ ഡ്രൈവറിനെ വിട്ട് എടുപ്പിക്കായിരുന്നു. ഇപ്പോൾ ഒന്നും ഓർത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവര് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ഷിക്കാരയുടെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞെന്ന് തോന്നണം കേട്ടോ. ഞാനത് അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു.
അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഉമ്മച്ചിയുടെ കൺഫ്യൂഷനൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവസാനം ബോട്ടിലേക്ക് കയറാൻ പോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇവരാണ് കയറണത്. ഉമ്മച്ചിയും വാപ്പച്ചിയും ഉമ്മും തത്തമ്മയും സലാമക്കായും ഒരു ഷിക്കാറയിലാട്ട് കയറുന്നത്. പിന്നെ ഞങ്ങളുടെ ഷിക്കാറയിൽ ഞാനും ഇക്കാക്കായും നസീമും ഐഷുമായും ആണ് കയറണത് കേട്ടോ. എൻ്റെ സെക്കൻഡ് ടൈമാട്ടോ ഞാൻ ഷിക്കാറയിൽ കയറുന്നത്. എൻ്റെയും ഇക്കാക്കയുടെ ബാക്കിയുള്ള എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കയറുക, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ നിൽക്കുന്ന ആ പൂപ്പനാട്ടൻ ഞങ്ങളുടെ ഷിക്കാറ ഓടിച്ചേർന്ന ആള്, അല്ല തുഴഞ്ഞ ആള്. അതുപോലെ നസീം ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല റൂമിൽ നിന്ന്, ഒട്ടും തണുപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തിട്ട് ആള് ജാക്കറ്റ് എടുത്തില്ല. അപ്പം ഞങ്ങൾ കളിയാക്കണയാണ് കേട്ടോ, ഇങ്ങനെ ജാക്കറ്റ് എടുക്കാണ്ടിരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണ. ഈ പുള്ളിക്കാരൻ പാട്ടൊക്കെ പാടി, ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ ഷിക്കാര ഓടിച്ച ആള് പാട്ടൊക്കെ പാടി നല്ല ജോലിയായിട്ടുള്ള ആളായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആള് വന്നിട്ട് ഈ ഹുക്കയുടെയൊക്കെ പുള്ളിക്കാരൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഹുക്ക വേണോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവർ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ റേറ്റിനോട് അവർ ആയി വരാത്തതുകൊണ്ട് ഞങ്ങളത് വിട്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കുക, ഒറ്റ റേറ്റിന് തന്നെ മേടിക്കാതെ. ഷിക്കാര ഒരു ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മുടെ അടുത്ത് ആദ്യം തന്നെ നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോസ്റ്റ്യൂം ഇട്ട് അങ്ങനെയൊന്നും ഫോട്ടോസ് എടുക്കേണ്ട സമയം പോകുന്നു. പക്ഷെ ഞങ്ങൾക്കിത് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കട്ടെ. ഉമ്മച്ചും വാപ്പച്ചും അപ്പുറത്ത് വേറെ ആളെയായിട്ട് ചെയ്തു, ഞങ്ങൾ ഇപ്പുറത്ത് വേറെ ആളെയായിട്ട് ഞങ്ങളും ചെയ്തു. അങ്ങനെ ഐഷുമാന് ഇടിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് നോക്കി. പക്ഷേ ഈ തലയിലൊക്കെ ആക്സസറീസ് ഒന്നും ഐഷുമാക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നല്ലതായിരുന്നു കേട്ടോ. വാപ്പച്ചിയുടെ ഫോട്ടോഗ്രാഫർ അത്ര രസമുണ്ടായിരുന്നില്ല എന്ന് വാപ്പച്ചി പറഞ്ഞു. നസീമ തണുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷോളൊക്കെ മേടിച്ച് ഇങ്ങനെ മേത്തേക്ക് ഇട്ട് പുതയ്ക്കായിരുന്നു. ഞങ്ങൾ അതും പറഞ്ഞ് കളിയാക്കാത്ത നേരം ഉണ്ടായിരുന്നില്ല. ശരിക്കും തണുപ്പ് അത്ര ഉണ്ടായിരുന്നില്ല, നമുക്ക് സഹിക്കാവുന്ന തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോർത്ത് അത്രയും കുളമാകും എന്നായിരുന്നു ഓർത്തത്. ഈ മഴയത്ത് ഞങ്ങൾ കുടയൊക്കെ ചൂടി എന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഗാർഡനിലേക്ക്, എനിക്ക് തോന്നുന്നു നിഷാദ് ഗാർഡൻ അങ്ങനെ എന്തോ ഒരു ഗാർഡനാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഞാൻ പേര് ശരിക്കും ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കുട എടുത്തിട്ട് ഞങ്ങൾ ആ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുക. ഇന്ന് ജുമാ ഉള്ള ദിവസമായതുകൊണ്ട് നമ്മൾ നേരെ അടുത്തത് അസ്രത്ത് ബാലിലേക്കാണ് പോണത്. വാപ്സിക്കും ഇക്കാക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുക്ക നമ്മൾ ഐഷാക്ക് ഫുഡ് എടുക്കാനുള്ള രംഗങ്ങളാട്ടോ ഇത്. ഫുഡ് എടുക്കുന്ന കാര്യത്തിൽ
ഫുഡ് കഴിക്കണ കാര്യത്തിൽ ഐഷ ഭയങ്കര മടിയുള്ള ആളാട്ടോ. ഭയങ്കര മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കഴിക്കണ്ടായിരുന്നില്ല. എനിക്ക് ആകെ പ്രാന്ത് ദിവസങ്ങളായിരുന്നിട്ട് ഈ കാശ്മീർ ദിവസങ്ങൾ. കാരണം അത്ര ഞാൻ ഇടങ്ങേറായി ഐഷാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന വൈറ്റ് മീനാരം കാണുന്നതാട്ടോ ഹസ്രത്ത് ബാലി. ഞങ്ങളിങ്ങനെ കുറേ നേരം കാറിലിരുന്ന് മടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. പിന്നെ ആ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ശരിക്കും പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2:30 നമുക്കതറിയില്ലായിരുന്നു. നമ്മൾ ഇവിടുത്തെ സമയമൊക്കെ നോക്കി 1 മണി 1:15 പള്ളിയിൽ കയറി അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നേരം അവിടെ നിൽക്കാറുന്നു ചെയ്ത് 2-3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അവർ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട്. ഉമ്മും തത്തമ്മയൊന്നും രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു കേട്ടോ. വിശപ്പൊക്കെ കയറി വന്നിട്ട് അപ്പോൾ അടുത്തത് നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈം അല്ല, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പോണത്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഐഡിയ അല്ല കേട്ടോ. ഡ്രൈവറിൻ്റെ അടുത്ത് നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ് നമ്മൾ അങ്ങനെ പുള്ളിക്കാരനായിട്ട് നമ്മളെ കൊണ്ടുപോകണത്. പുള്ളിക്കാരന് ഇഷ്ടമുള്ള അല്ല, പുള്ളിക്കാരനെ അറിയാവുന്ന ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ വല്ലതായിരിക്കാം. അങ്ങനെ പുള്ളിക്കാരൻ കൊണ്ടുപോയ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഭക്ഷണം എത്തിപ്പോയി. അപ്പോൾ 3 മട്ടൻ ബിരിയാണി 3 ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ സംഭവം നൈസായിരുന്നു, പക്ഷെ ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഭക്ഷണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കാണെങ്കിലും വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ ദാൽ ലേക്ക് കവർ ചെയ്തു, പിന്നെ ഹസ്രത്ത് ബാലി പോയി, പിന്നെ ഇനി അവിടുത്തെ നമുക്ക് കുറച്ച് ഗാർഡനുകളിൽ പോകാനുണ്ട്. അപ്പോൾ ഒരു ഗാർഡനിൽ നമ്മൾ പോയി. എല്ലാ സ്ഥലത്തും ഈ പൂക്കളും ചെടികളും മരങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഗാർഡനിലൊന്നും പോയില്ല. ഈ അടുത്തെടുക്കണ്ടല്ലോ, ഞാൻ ഉമ്മച്ചിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അതിൽ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കണേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാനിപ്പൂരി കണ്ട സമയത്ത് ഇത് ഞാൻ അന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെയാണ് ഉണ്ടാക്കണേ. അങ്ങനെ ഫുഡ് വീഡിയോസൊക്കെ കണ്ടിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ബോയിൽഡ് എഗ്സ് ഒക്കെ വെച്ചിട്ട് നല്ലോണം ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ ഒന്നും കഴിച്ചു നോക്കിയില്ലായിരുന്നു. അങ്ങനെ നമ്മളിതേ അടുത്ത ഗാർഡനിലേക്ക് പോയി. പക്ഷെ ഈ ഗാർഡനിൽ ഒരുപാട് അങ്ങോട്ട് പോയില്ല. കാരണം ഈ കണ്ട മരങ്ങളും ഈ കണ്ട പൂക്കളൊക്കെ തന്നെയല്ലേ നേരത്തെ ഗാർഡനിലും കണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി തിരിച്ചു പോന്നായിരുന്നു കേട്ടോ. അടുത്ത നമ്മുടെ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ്. എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം ഞാൻ അത്രയും കാത്തിരുന്നിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഏതാണ് ആ സ്പോട്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ.
തുലിപ്പ് ഗാർഡനിൽ ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ, ഒന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. കാരണം ഞങ്ങൾക്ക് ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്കയുടെ സിം പോസ്റ്റ് പെയ്ഡ് അല്ലായിരുന്നു, പ്രീപെയ്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യില്ലല്ലോ. അങ്ങനെ അതിന് ജിയോയുടെ ഓഫീസിൽ പോകണം, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പിന്നെ കോളും ഡൈവേർട്ട് ചെയ്യണ ആരും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിമ്മ് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാപ്പച്ചിക്കും ഇക്കാക്കൊക്കെ പെട്ടെന്ന് ടെൻഷനായി. പിന്നെ അവർ ജിയോയുടെ ഓഫീസിലൊക്കെ പോയി. പക്ഷെ സംഭവം സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കാശ്മീരൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിന്റെ അടുക്ക് നല്ലൊരു മൂഡ് അതങ്ങോട്ട് പോവും, ടെൻഷൻ കയറി വന്നിട്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളത് വിട്ടുപോയി, അതാണ് പറ്റിപ്പോയത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലല്ലോ, പറ്റിയത് പറ്റി, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു. പിന്നെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം കുറച്ച് ജാക്കറ്റ് ഉമ്മൂനും തത്തമ്മക്കും ഉമ്മച്ചിക്കൊക്കെ ജാക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. രാത്രി മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഷൂ ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കണ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഒന്നും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ആ മഴയത്തോടെ ഞങ്ങൾ ഈ മാർക്കറ്റിനകത്തേക്ക് വന്നത്. കാരണം നാളെ നമുക്ക് സ്നോയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് പോകണത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഉമ്മച്ചി ഫുഡ് കഴിക്കാനൊന്നും ഇരിക്കൂല, പുറത്ത് പോയാൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഉമ്മച്ചി ഐഷാനെ പിടിക്കും, ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കും. ഉമ്മച്ചി ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കും, ഐഷായി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നമ്മൾ സ്വസ്ഥമായി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം റൂമിലേക്ക് പോകണ കഴിക്കണം. അയ്യോ ഹാൻഡ് ഗ്ലൗസ് മേടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്താൽ. പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഒന്നും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും എല്ലാ കടയും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഒരു കടയിൽ നിന്ന് ഹാൻഡ് ഗ്ലൗസ് കിട്ടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.